പകൽക്കാർക്ക് കർത്താവായ യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം നൽകുകയാണ്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട മാറ്റമില്ലാത്ത ദൈവവചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവ് തരുന്ന വിലയേറിയ അവസരമായി വീണ്ടും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചനകൾവി നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ വളരെ സന്തോഷം. വീണ്ടും വചനം ശ്രദ്ധിപ്പാൻ, വചനം അനുസരിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. ഞങ്ങളോട് പ്രാർത്ഥനയെ ആവശ്യപ്പെടല്ലവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും, നിങ്ങളുടെ തലമുറകളെ സന്ദർശിക്കും, ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ദൈവം നിങ്ങളെ ആശീർവദിക്കുമാറാകട്ടെ. റിയൽ ചർച്ച് ഓഫ് ഗോഡ്, യഥാർത്ഥ ദൈവസഭ എന്തെന്ന് വചനത്തിലൂടെ പഠിപ്പാൻ നമ്മൾ ശ്രമിക്കുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16:18 കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു: നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. കഴിഞ്ഞ ആഴ്ചയിൽ കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നു, വേദപുസ്തകം വെളിപ്പെടുന്ന സത്യസഭ ഏതെന്ന് നമ്മൾ പഠിക്കുകയാണ്. ലോകത്തിൽ അനേക സഭകളുണ്ട്. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കത്തോലിക്ക സഭ മുതൽ ലോകവ്യാപകമായ അനേക സഭകളുണ്ട്. CSA, CMS, മർത്തോമ, യാക്കോബ, പെന്തക്കോസ്ത് സഭകളൊക്കെ ഒത്തിരിയുണ്ട്. ഇതിൽ യഥാർത്ഥ ദൈവസഭ ഏതെന്ന് അറിയാതെ പകച്ചു നിൽക്കുമ്പോൾ വചനം വെളിപ്പെടുന്ന ദൈവസഭ ഏതെന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. നിങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനം, സംഘടന ദൈവസഭയുടെ ഭാഗമോ, നിങ്ങൾ ദൈവസഭയുടെ അംഗമോ എന്ന് ശോധനയുമുള്ള അവസരം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു, എക്ലീഷ്യ എന്ന പദമാണ് സഭയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഒന്നാമത്തെ പദം. എക്ലീഷ്യ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു. ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമെന്നാണ്. ദൈവത്തിൻ്റെ സഭ വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്, വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്, ശുദ്ധീകരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അതാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു: സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരേറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികിഷ്ടവും ഏതുമില്ലാത്ത തിരഞ്ഞെടുക്കപ്പെട്ടു. വിളിക്കപ്പെട്ടവർ, വേർതിരിക്കപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവസഭ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചു, സംഖ്യാപുസ്തകത്തിൽ അടുപ്പ് പണിയായി 2 കാഹളം ഉണ്ടാക്കുവാനും, ഒന്നാമത്തെ കാഹളം ഊതുമ്പോൾ ജനം നിന്റെ അടുക്കൽ വന്നു ചേരണമെന്നും, രണ്ടാമത്തെ കാഹളം ഊതുമ്പോൾ ജനം പുറപ്പെടണമെന്നും, അല്ലെങ്കിൽ മഹാധ്വനി ഗംഭീരനാഥം ഊതുമ്പോൾ ഞാൻ പുറപ്പെടണം. അപ്പോൾ സുവിശേഷത്തിന് കാഹള ഊതിനാൽ വന്നു ചേർക്കപ്പെട്ടവർ രണ്ടാമത്തെ കാഹളത്തിന് കാതോർത്തിരിക്കുന്നു. അതാണ് ഗംഭീരധ്വനി. കർത്താവിൻ്റെ ദൂതൻ്റെ പ്രധാന ശബ്ദത്തോടെ ഇറങ്ങി വരുമ്പോൾ, സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ അവനോടൊപ്പം എടുക്കപ്പെടുവാൻ ദൈവസഭ കാത്തിരിക്കുന്നു. ഇതാണ് യഥാർത്ഥ ദൈവസഭ. അപ്പോൾ വിളിക്കപ്പെടുന്നു. എങ്ങനെയാണ് വിളിക്കപ്പെടുന്നത്? എന്നെ ആരും വിളിച്ചില്ലല്ലോ, ഞാൻ കേട്ടില്ലോ എന്ന് പറയാനൊക്കില്ല. കാരണം 50-ാം സങ്കീർത്തനത്തിലൂടെ നമ്മൾ ചിന്തിച്ചു, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെയും ഭൂമിയെ വിളിക്കുന്നു. പ്രസംഗത്താലാണ് മനുഷ്യൻ തെറ്റിപ്പോയത്. നിങ്ങൾക്കറിയാം, ആദാം ഹവ്വയെ ഏദൻ തോട്ടത്തിലാക്കി വേല ചെയ്യുവാനും സൂക്ഷിപ്പാനും ഏൽപ്പിച്ചു. സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ പുറത്തൊരുത്തൻ നിൽപ്പുണ്ട്, അവൻ അകത്തു വരാതെ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. എന്നാൽ ആദാം അടുത്തില്ലാത്ത സമയത്ത് ഹവ്വയുടെ അരികിൽ പാമ്പിൻ്റെ രൂപത്തിൽ വന്ന പിശാച് ഹവ്വയുമായി സൗഹൃദ സംഭാഷണം ഏർപ്പെട്ടു. എന്നിട്ട് അവൻ പ്രസംഗിച്ചു, ഈ പഴം പറിച്ച് തിന്നുക, തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്ന് പറഞ്ഞു. കാൺമാൻ നല്ലത്, തിന്മാൻ രുചിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് കണ്ട് സ്ത്രീ പറിച്ച് തിന്നു ഭർത്താവിനും കൊടുത്തു. അവൾ തെറ്റിയതൊരു പ്രസംഗത്താലാണ്. ശ്രദ്ധിക്കൂ, പ്രസംഗത്താൽ തെറ്റിപ്പോയവനെ പ്രസംഗത്താൽ തിരികെ കൊണ്ടുവരിക, അതാണ് ദൈവീയ പദ്ധതി. അതുകൊണ്ടാണ് ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്. കാൽവറിയിൽ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനിലൂടെ പ്രവർത്തിച്ച് നിവർത്തിച്ച രക്ഷയുടെ വിളംബരമാണ് സുവിശേഷം. ആ സുവിശേഷം കേട്ട് യേശുക്രിസ്തുവിൻ്റെ രക്ഷണീയ വേളയിൽ വിശ്വസിച്ചവൻ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവനാണ് ദൈവസഭയുടെ അംഗമാകുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ മാനവജാതി തെറ്റാൻ കാരണം ഒരു സ്ത്രീ ആയിരുന്നു, ഹവ്വ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന സന്ദേശം ആദ്യമായി മാനകുലത്തെ അറിയിച്ചത് ഒരു സ്ത്രീയാണ്, മഗ്ദല മറിയ. അതൊക്കെ ദൈവീയ മർമ്മങ്ങളാണ്. യേശുവിൻ്റെ അടക്കിയ കല്ലറയിൽ വന്ന് നോക്കിയ ശിഷ്യന്മാർ പത്രോസപ്പോടെ ഓടിക്കളഞ്ഞപ്പോൾ അവളവിടെ നിന്നു. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് യാഥാർത്ഥ്യം ഗ്രഹിച്ച അവളോട് യേശു പറഞ്ഞു, സ്ത്രീയെ, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നെ ശിഷ്യന്മാരോട് പോയി പറയുക. അപ്പോൾ ആ സന്ദേശം ആദ്യം പ്രസംഗിച്ച ഒരു സ്ത്രീയായിരുന്നു. അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതെ, വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ ദൈവം മനുഷ്യനെ വിളിക്കുന്നത് കാണാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-9 വാക്യം വായിച്ചാൽ, പാപം ചെയ്ത് ദൈവത്തെ നഷ്ടമായി തീർന്ന മനുഷ്യനെ തേടി സ്വർഗമഹിമ വിട്ട് ഏദൻ പൂങ്കാവനത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവം ആദ്യത്തെ വിളി മുഴക്കുന്നു. ആ വിളി, ആദാമേ നീ എവിടെ എന്നായിരുന്നു. ഒന്നാമത്തെ വിളി, ആദാമേ എവിടെ. അതായത് പാപത്താൽ തേജസ്സിൻ്റെ വസ്ത്രം നഷ്ടമാക്കി നഗ്നനെന്ന്
തിരിച്ചറിഞ്ഞ് നിന്ന മനുഷ്യൻ്റെ നഗ്നത മാറ്റുവാൻ തേജസ്സിൻ്റെ വസ്ത്രം അവന് നൽകുവാൻ ദൈവം അവനെ വിളിക്കുന്നു. ഒന്നാമത്തെ വിളി നഷ്ടപ്പെട്ട തേജസ്സിൻ്റെ വസ്ത്രം തിരികെ നൽകുവാനുള്ള വിളിയായിരുന്നു. യെശയ്യാപ്രവചനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ മറ്റൊരു വിളി കാണാം. അവിടെ സൈന്യങ്ങളുടെ യഹോവ, സ്വർഗത്തിൽ ദൈവം മനുഷ്യനെ വിളിക്കുന്നു, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവയെ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപം എത്ര കടിഞ്ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാം, രക്താംബരം പോലെ ചുമന്നിരുന്നാലും അത് ഹിമം പോലെ വെള്ളയാക്കാമെന്ന് സൈന്യങ്ങളുടെ യഹോവ വിളിച്ചു പറയുന്നു. അപ്പം രണ്ടാമത്തെ വിളി പുതിയ ഹൃദയം നൽകുവാൻ വേണ്ടിയുള്ളതാണ്, വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള വിളിയാണ്. സ്തോത്രം. വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം. മൂന്നാമത്തെ വിളി ഉത്തമഗീതത്തിൽ നമ്മൾ കാണുന്നു. ഉത്തമഗീതം 4-ാം അധ്യായം 8-ാം വാക്യം, കാന്തയെ ലെബനോനെ വിട്ട് എന്നോടുകൂടെ പോരുക. അത് വേർപാടിന് വേണ്ടിയുള്ള വിളിയാണ്, സെപ്പറേഷന് വേണ്ടിയുള്ള വിളിയാണ്, വിശുദ്ധിക്ക് വേണ്ടിയുള്ള വിളിയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിൽ ഇറങ്ങി വന്നപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അരികിൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക. അപ്പോൾ ഭാരമകറ്റുവാൻ വേണ്ടിയുള്ള വിളിയാണത്, ആശ്വാസം നൽകാനുള്ള വിളിയാണ്. വെളിപ്പാട് പുസ്തകം 22:17 മറ്റൊരു വിളി കാണാം. വരിക എന്ന് ആത്മാവ് പറയുന്നു, വരിക എന്ന് മണവാട്ടി പറയട്ടെ, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. അപ്പോൾ ആ വിളി പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുവാനുള്ള വിളിയാണ്, പരിശുദ്ധാത്മാവിനെ നൽകുവാനുള്ള വിളിയാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അത് ഞാൻ വായിച്ച് കൽപ്പിക്കാം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു, കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക എന്ന് മേലാൾ സംഭവപ്പോൾ ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞു. അപ്പോൾ അടുത്ത വിളി ഇവിടേക്ക് കയറി വരിക എന്ന ശബ്ദമാണ്. അത് സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള വിളിയാണ്. സ്തോത്രം. 7-ാമത്തെ വിളി മത്തായി സുവിശേഷം 25-ാം അധ്യായം 31-ാം വാക്യം മുതൽ വായിച്ചാൽ, മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകലവിശുദ്ധന്മാരുമായി വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ സിംഹാസനത്തിൽ തേജസ്സിരിക്കും. അവൻ സകല ജാതികളെ അവൻ്റെ മുമ്പിൽ കൂട്ടും. അവനവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാളും തമ്മിൽ വേർതിരിക്കുന്നവർ വേർതിരിച്ച് ചെമ്മരിയാടുകളെ വലത്തും കോലാളുകളെ ഇടത്തും നിർത്തും. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനത്തിന് മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എന്ന് പറയും. അപ്പോൾ അവസാന വിളി നിത്യ സന്തോഷത്തിൽ വാഴുവാനുള്ള വിളിയാണ്. പ്രിയപ്പെട്ടവർ, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ആദാമേ നീ ഇവിടെ എന്ന വിളി തേജസ്സിൻ്റെ വസ്ത്രം നൽകുവാൻ വിളി, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന വിളി, പുതിയ ഹൃദയം നൽകുവാനുള്ള വിളി, കാന്തയെ ലെബനോനെ വിട്ട് എന്നോടുകൂടി വരിക എന്ന വിളി, വേർപാടിനായുള്ള വിളി, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അരികിൽ വരുവീൻ എന്ന വിളി, ആശ്വാസം നൽകുവാനുള്ള വിളി, വരിക ആത്മാവിനെ ഭാരം ചെയ്യുവാനുള്ള വിളി, അടുത്തത് ഇവിടേക്ക് കരേറി വരിക എന്ന വിളി, സ്വർഗത്തിലേക്കുള്ള പ്രവേശനമുള്ള വിളി, പിന്നെ വരുവീൻ എൻ്റെ പിതാവിനാൽ ഒരുക്കപ്പെട്ട രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എന്നുള്ളത് നിത്യസന്തോഷത്തിലേക്ക് വിളി. അതെ, ദൈവം വിളിച്ചാണ് ദൈവസഭയിൽ ആളെ ചേർക്കുന്നത്. വിളി കേൾക്കാൻ ദൈവം നിങ്ങൾക്ക് അവസരം തരികയാണ്. വിളിക്കപ്പെട്ടവർ, വേർതിരിക്കപ്പെട്ടവരാണ് ദൈവസഭയുടെ അംഗങ്ങൾ. രണ്ടാമത് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ട് പദം, ദൈവസഭയ്ക്ക് ഉപയോഗിച്ചിട്ട് പദം, ഒന്നാമത്തെ പദം ഞാൻ പറഞ്ഞു എക്ലീഷ്യ എന്ന പദമാണെന്ന് പറഞ്ഞു. രണ്ടാമത് വിശുദ്ധ ബൈബിളിൽ ദൈവസഭയ്ക്ക് ഉപയോഗിച്ചിട്ട് പദം കൊറിയോസ് എന്ന പദമാണ്. കുറിയോസ് എന്ന പദമാണ്. കുറിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വക എന്നാണ്. ദൈവത്തിൻ്റെ വക, ദൈവത്തിൻ്റെ വക. അതാണ് മത്തായി സുവിശേഷം 16:18 പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. ദൈവത്തിൻ്റെ വകയാണ് ദൈവസഭ. ദൈവത്തിൻ്റെ സഭ ഭൂമിയിലെ ആരുടെയും വകയല്ല, അത് ദൈവത്തിൻ്റെ വകയാണ്. നിങ്ങൾ നോക്കൂ, 1 കൊരിന്ത്യർ 3:9 നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി. 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം. 1 കൊരിന്ത്യർ 3:17 നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം. അപ്പോൾ ദൈവത്തിൻ്റേത്, ദൈവസഭ എന്ന് പറഞ്ഞാൽ തന്നെ ദൈവത്തിൻ്റേത്, ബിലോങ്സ് ടു ഗോഡ്. ദൈവത്തിൻ്റെ വകയാണ്, ദൈവത്തിൻ്റെ വകയാണ്. എഫേസ്യർ 5:26 താൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെളിപ്പാക്കി കറ ചുളുക്കം വാട്ടം ഒന്നുമില്ലാതെ തനിക്കു തന്നെ തേജസ്സോട് മുൻനിർത്തേണ്ടതിന് അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അതാണ് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. 2 കൊരിന്ത്യർ 11:2 ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മലകനിയാകുവാൻ ഞാൻ നിങ്ങളെ വിവാഹം നിശ്ചയിച്ചു. ദൈവത്തിൻ്റെ സഭ, ഭൂമിയിലെ ദൈവത്തിൻ്റെ സഭ ദൈവത്തിൻ്റെ വകയാണ്. ഭൂമിയിലെ ആരുടെയും വകയല്ല. ഓരോരുത്തരുടെ പേരിൽ നിന്ന് ഇന്നാളുടെ സഭ, ഇന്നാളുടെ സഭ, ഇന്നാളുടെ സഭ എന്നറിയപ്പെടുന്നു.
എയുടെ സഭ, ബിയുടെ സഭ, തോമാച്ചൻ്റെ സഭ, കറിയാച്ചൻ്റെ സഭ. നോ, ദൈവത്തിൻ്റെ സഭ ഇവരുടെ ആരുടെയുമല്ല, ഇത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വകയാണ്. കാരണം ഇതിനു വേണ്ടി വില കൊടുത്ത ഒരുവനുണ്ട്, വിലയിട്ട ഒരുവനുണ്ട്. പ്രവൃത്തി 20-ാം അധ്യായം 28-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചോൾവീൻ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ. അപ്പോൾ ഇത് വെറുതെ ഉണ്ടായതല്ല, ഇതിന് മുതൽ കൊടുത്ത ഒരുവനുണ്ട്, വില കൊടുത്ത ഒരുവനുണ്ട്, വില കൊടുത്ത് വാങ്ങിയതാണ്. അതാണ് കൊരിന്ത്യർ ലേഖനം 3:16 നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ. അപ്പോൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ദൈവസഭ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് അറിയുന്നില്ലയോ. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. അത് 1 കൊരിന്ത്യർ 3:16. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യം, ദൈവത്തിന് ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതിനാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ. അപ്പോൾ ദൈവത്തിൻ്റെ സഭ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസഭ വില കൊടുത്ത് വാങ്ങിയതാണ്, വിലയ്ക്ക് വാങ്ങപ്പെട്ടതാണ്. എവിടെ നിന്ന്, എന്ത് വിലയ്ക്ക്, ആര് വാങ്ങി? നോക്കൂ, 1 പത്രോസ് 1:18 വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിച്ച നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. പ്രിയ ദൈവമക്കളെ, ഈ പദം ശാന്തമായി നമ്മൾ ചിന്തിക്കണം. ദൈവത്തിൻ്റെ സഭ ദൈവത്തിൻ്റെ വകയാണ്. മുമ്പേ ഞാൻ പറഞ്ഞു, ദൈവസഭ വിളിക്കപ്പെട്ടവർ, വേർതിരിക്കപ്പെട്ടവർ ആണ്. ദൈവസഭ വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. മുങ്ങിക്കൂട്ടുന്നവരുടെ സംഘമോ പെറ്റുവരുന്നവരുടെ സംഘമോ അല്ലത്. ദൈവത്താൽ വിളിക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ചൊരു സംഘമാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ സഭ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. എവിടെ നിന്ന് വാങ്ങി, എന്ത് വിലയ്ക്ക് വാങ്ങി, ആര് വാങ്ങി, ആർക്കു വേണ്ടി വാങ്ങി? നോക്കുക, എവിടെ നിന്ന് വാങ്ങി? നിങ്ങളോ, അത് 18-ാം വാക്യം, വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. പിതൃപാരമ്പര്യമായ നടപ്പ്, വ്യർത്ഥമായ നടപ്പിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഗലാത്യർ 4:4 പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി. 1 പത്രോസ് 2:10 നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ. അപ്പോൾ എവിടുന്നാണ് വിലയ്ക്ക് വാങ്ങിയേ? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശം. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മുമ്പേ നിങ്ങൾ ആരായിരുന്നു, ഇപ്പോൾ നിങ്ങൾ ആരാണ്? പൗലോസ് തന്നെക്കുറിച്ച് പറയുമ്പോൾ 1 തിമോത്തിയോസ് 1:12 മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഫിലിപ്പിയർ 3:7 ഒന്നിപ്പോൾ ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ലാക്കിലേക്ക് ഓടുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഫീസ് ലേഖനം 2-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ, മുമ്പേ നമ്മൾ ആരായിരുന്നു? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായും നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ കണ്ടോ, ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരിക്കേണ്ട മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനെയും അധിപതിയായ അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോഹരങ്ങൾക്ക് ഇഷ്ടമായി ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാ കോപത്തിന് മക്കളായിരുന്നു. അടുത്തത്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തു കൊണ്ട് ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. താഴോട്ട് വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ 11-ാം വാക്യം, ആ കാലത്ത് നിങ്ങൾ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൻ കയ്യിലുള്ള പരിശോധനയെ കാരണം പേരുള്ള അക്രമച്ചാരം വിളിച്ചപ്പെടുന്നു. ആ കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരായിരുന്നു, ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരായിരുന്നു, വാഗ്നിയമങ്ങൾ കന്യരായിരുന്നു, പ്രത്യാശയില്ലാത്തവരായിരുന്നു, ലോകത്ത് ദൈവമില്ലാത്തവരായിരുന്നു. മുമ്പേ ദൂരസ്ഥായി നിങ്ങളിപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ഈ ദൈവസഭയുടെ അംഗങ്ങൾക്കെല്ലാം പറയാൻ 2 ചരിത്രമുണ്ട്. ഒന്ന് മുമ്പിലത്തെ ചരിത്രം, 2 ഇപ്പോഴത്തെ ചരിത്രം. യേശുവിനെ അറിയും മുമ്പുള്ള ജീവിതം, യേശുവിനെ അറിഞ്ഞ ശേഷം. അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് നിങ്ങളുടെ അജ്ഞാതകാലം, അറിവില്ലായ്മയുടെ കാലം, അജ്ഞാത കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കരുത് ബൈബിൾ പറയുന്നു. ഒരുവൻ ക്രിസ്തുവിലായവൻ പുതു സൃഷ്ടി. നിങ്ങൾക്കറിയാം, ചരിത്രത്തെ കീറി മുറിച്ചുകൊണ്ടാണ് യേശു ഉദയം ചെയ്തത്. BC എന്നും AD എന്നും ചരിത്രത്തെ തിരിക്കുന്നു. BC ബിഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് മുമ്പ്. AD അനോ ഡോമിനി,
ആഫ്റ്റർ ഡെത്ത് എന്ന് സാധാരണ പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ ശരിയർത്ഥം അനോഡോമിനി, ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ വർഷം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു നിരീശ്വരവാദിയാണെങ്കിലും ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നവനാണെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിൽ വിശ്വസിക്കുന്നവനായാലും അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് AD എന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം, അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വർഷത്തിൽ ഇന്നാം മാസം ഇത്രാം തീയതി നീ ജനിച്ചു, ഞാൻ ജനിച്ചു, വിവാഹം നടന്നു, മക്കൾ ജനിച്ചു, കൊടുക്കുവാങ്ങൽ നടത്തി, ഒരാധാരം ചമയ്ക്കപ്പെടുമ്പോൾ, ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുമ്പോൾ എല്ലാവരും പരാമർശിക്കുന്നതാണ് AD. ഇതിന് മുമ്പൊക്കെ AD എന്നെഴുതി, ഇപ്പോൾ എഴുതുന്നില്ലേ ഉള്ളൂ, പക്ഷേ AD-യിലാണ്. അതായത് അനോഡോമിനി, നമ്മുടെ കർത്താവിൻ്റെ വർഷത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. പ്രിയ സ്നേഹിതരെ, സുഹൃത്തുക്കളെ, ചരിത്രത്തെ കീറിമുറിച്ചുകൊണ്ടാണ് യേശു ജനിച്ചത്. യേശു ചരിത്രത്തെ കീറിമുറിച്ചെങ്കിൽ ഒരുവൻ്റെ ജീവിതത്തിലേക്ക് യേശു വരുമ്പോൾ ചരിത്രം രണ്ടായി പിളരുന്നു. ക്രിസ്തുവിന് മുമ്പ്, ക്രിസ്തുവിന് ശേഷം. അറിയായ്മയുടെ കാലം, അറിഞ്ഞ കാലം, ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം, ക്രിസ്തുവിനെ കൂടാതെയുള്ള ജീവിതം. പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇങ്ങനൊരു കാലം നിങ്ങൾക്ക് പറയാനുണ്ടോ? ഇങ്ങനൊരു ജീവിതം നിങ്ങൾക്ക് പറയാനുണ്ടോ? ദൈവസഭയുടെ അംഗങ്ങൾക്ക്, നിങ്ങൾ യഥാർത്ഥ ദൈവസഭയുടെ അംഗമാണെങ്കിൽ ക്രിസ്തുവിനെ കൂടാതെ, അത് എഴുതിയിട്ടുണ്ട്, ആ കാലത്ത് നമ്മൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരായിരുന്നു, ക്രിസ്തുവിനെ അറിയാത്തവരായിരുന്നു. അതാണ് മാനസാന്തരത്തിന് മുമ്പുള്ള കാലം, രക്ഷയ്ക്ക് മുമ്പുള്ള കാലം. യേശുവിനെ അറിയാതെ അജ്ഞതയിൽ, പാപത്തിൽ, ദുഷ്ടതയിൽ, വിഗ്രഹാരാധനയിൽ, കവർച്ചയിൽ കഴിഞ്ഞ കാലം. യേശുവിനെ അറിഞ്ഞപ്പോൾ സകല പാവവും പോക്കി ശുദ്ധീകരണം പ്രാപിച്ച കാലം. അങ്ങനൊരു കാലം പറയാൻ നിങ്ങൾക്കുണ്ടോ? യഥാർത്ഥ ദൈവസഭയുടെ നിങ്ങൾ ശാന്തമായി ശ്രദ്ധിക്കണം, പഠിക്കണം. വേദപുസ്തകം അങ്ങനെയാണ് പറയുന്നത്. അജ്ഞാത കാലവും അറിവിൻ്റെ കാലവും, യേശുവിലായ കാലവും യേശുവിലില്ലാതിരുന്ന കാലവും, യേശുവിനോടൊപ്പം യാത്ര ചെയ്യുന്ന കാലം. അതാണ് ഒരു ദൈവസഭയുടെ അംഗത്തിന് പറയാൻ. രണ്ട് കാലഘട്ടമുണ്ട്. ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ചരിത്രം വഴിമാറുകയാണ്, ക്രിസ്തുവിനോടൊപ്പമുള്ള യാത്രയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിച്ചത്, സ്തോത്രം, വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പ്. ആ നടപ്പിൽ തന്നെയാണോ ഇപ്പോൾ നിങ്ങൾ? അതാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. നിങ്ങളൊരു ക്രിസ്ത്യാനിയായി, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ക്രിസ്ത്യാനിയായെന്നാണോ? ഒരു ഹിന്ദു ഭവനത്തിലായിരുന്നെങ്കിലോ, ഒരു മുസ്ലിം ഭവനത്തിലായിരുന്നെങ്കിലോ, ഒരു ജൈന മതത്തിൻ്റെതായിരുന്നെങ്കിലോ, ഒരു സിഖ് മതത്തിലായിരുന്നെങ്കിലോ, ഒരു പാർസി മതത്തിൽ ജനിച്ചിരുന്നെങ്കിലോ ഇപ്പോൾ നിങ്ങളുടെ ആയിരുന്നേനെ, നിങ്ങൾ അവിടെ ആയിരുന്നേനെ. ഇപ്പോൾ ജനനത്താലല്ല ദൈവസഭയുടെ അംഗമാകുന്നത്, വീണ്ടും ജനനത്താലാണ്. അതുകൊണ്ടാണ് ഏത് മതമോ ഏത് ജാതിയുമോ യേശുവിന് വിഷയമല്ല. യേശു ക്രൂശിൽ മരിച്ചത് മാനകുലത്തിന് വേണ്ടിയാണ്. ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. യേശു ക്രിസ്ത്യാനികളുടെ ദൈവമെന്നാണ് ചിലർ ധരിച്ചിരിക്കുന്നത്. എന്തോ അജ്ഞാതയാൽ ക്രിസ്ത്യാനികളെന്ന് പേരുകൊണ്ട് അറിയപ്പെടുന്നവർ പോലും അങ്ങനെ വരുത്തി തീർക്കും. പലർക്കും പല ദൈവങ്ങളുണ്ട്. ഞങ്ങളുടെ ദൈവം യേശു. നോ, യേശു ക്രിസ്തു ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ദൈവമല്ല. ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ പ്രവാചക ശബ്ദം ഇങ്ങനെയായിരുന്നു: സകല ഭൂസിമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീൻ. ക്രിസ്തു മാനവകുലത്തിൻ്റെ രക്ഷിതാവാണ്. ക്രിസ്തു ലോകത്തിൻ്റെ രക്ഷിതാവാണ്. ക്രിസ്തു മാനവകുലത്തെ തേടി വന്നവനാണ്. ക്രിസ്തു മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ വന്നവനാണ്. ആ രക്ഷണ്യ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകാൻ കഴിയും. അടുത്ത ദിവസങ്ങളിൽ നമ്മളതിനെക്കുറിച്ച് പഠിക്കും. അതാണ് ദൈവസഭ എന്ന് പറഞ്ഞാൽ ഒരു ജാതിയിൽ നിന്ന് പെറ്റുവരുന്നതല്ല. ദൈവസഭ എന്ന് പറഞ്ഞാൽ പല ജാതിയിൽ നിന്ന് ഒരു ജാതിയായിത്തീരുന്നതാണ്. അതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. യേശു ക്രിസ്തുവിനെ നിത്യതയിൽ വെളിപ്പാട് പുസ്തകത്തിൽ ആരാധിക്കുന്ന ഒരു വലിയ കൂട്ടത്തെ കാണാം. വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോല പിടിച്ച് അവന് മുമ്പിൽ വീണുകൊണ്ട് അവർ പാടുന്നു: കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും പെട്ട ഞങ്ങളെ നിനക്കായി വിലയ്ക്ക് വാങ്ങി. അതെ, ദൈവത്തിൻ്റെ സഭ പെറ്റുപെരുകുന്ന സംഘമല്ല. ഒരേ ജാതിയിൽ നിന്ന് ഒരേ ജാതിക്കാർ മാത്രമേ നിങ്ങൾ കൂടുന്ന പള്ളിയിലുണ്ടെങ്കിൽ അത് ദൈവസഭയല്ല സുഹൃത്തേ. ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് പല ജാതിയിൽ നിന്ന് ഒരു ജാതിയായി തീർന്നതാണ്. സർവഗോത്രത്തിൽ നിന്ന്, സർവഭാഷയിൽ നിന്ന്, സർവവംശങ്ങളിൽ നിന്നും ഒന്നായി തീർക്കപ്പെടുന്നവരാണ് ദൈവസഭയുടെ അംഗങ്ങൾ. ഇവിടെ കർത്താവിൻ്റെ സഭ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരുടെ കൂട്ടമാണ്. എവിടെ നിന്ന് വാങ്ങിയെന്നാണ് നമ്മൾ ചിന്തിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. വ്യക്തമായ നടപ്പിൽ നിന്ന്, പിതൃപാരമ്പര്യമായ നടപ്പിൽ നിന്ന്. അതാണ് ഈ പിതൃപാരമ്പര്യമായ നടപ്പ്. അപ്പൻ അതായതുകൊണ്ട് ഞാനും അതായി, അമ്മ അതായതുകൊണ്ട് ഞാനും അതായി. അതല്ല സാക്ഷ്യം. അപ്പൻ ഏതായിരുന്നാലും അമ്മ ഏതായിരുന്നാലും കൃപയാൽ എനിക്ക് യേശുവിനെ അറിയാൻ കഴിഞ്ഞു, രക്ഷിക്കപ്പെടുവാൻ കഴിഞ്ഞു, ദൈവ പൈതലാകാൻ കഴിഞ്ഞു, ദൈവസഭയുടെ അംഗമാകാൻ കഴിഞ്ഞു, സ്വർഗത്തിൽ പ്രജയാകാൻ കഴിഞ്ഞു. ഇത് പറയാൻ നിങ്ങൾ കഴിയുമെങ്കിൽ അതാണ് ശ്രേഷ്ഠത. യെസ്, ക്രൈസ്റ്റ് ലോർഡ്. അടുത്ത മറ്റൊരു പദം, എന്തു വിലയ്ക്ക് വാങ്ങി? വിലയേറിയ രക്തം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു യേശു എന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ
വിലയേറിയ രക്തത്താൽ അത്രേ. അനേക വേദികളിൽ ഞാനിത് പ്രസംഗിക്കാറുണ്ട്. ആ വിലയേറിയ എന്നതിന് എത്ര നീട്ടുകൊടുത്താലും പോരാ, വിലയേറിയ രക്തം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, ഈ ലോകത്തിലെ സകല സമ്പാദ്യങ്ങളും ഒരു ത്രാസിൻ്റെ ഒരു തട്ടിൽ വെക്കുകയും യേശുവിൻ്റെ രക്തത്തിൻ്റെ ഒരു തുള്ളി മറുതട്ടിൽ വെച്ചാൽ ആ തട്ടിനായിരിക്കും ഭാരം കൂടുതൽ. സ്തോത്രം. കാരണം യേശുവിൻ്റെ രക്തം വിലമതിക്കാനാകാത്ത രക്തമാണ്. അത് നിർദോഷ രക്തമാണ്, അത് നിഷ്കളങ്ക രക്തമാണ്, അത് വിലയേറിയ രക്തമാണ്, പാപമില്ലാത്ത രക്തമാണ്. മനുഷ്യവർഗത്തിന് വേണ്ടി ഊറ്റി നൽകിയത് ആ രക്തമാണ്. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവൻ വിലയേറിയവനാണ്. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദ ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ രക്തം, അതിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും പോരാ. യേശുവിൻ്റെ രക്തത്തിൻ്റെ വില നിങ്ങൾ അറിയണം. വീണ്ടെടുപ്പിന് വേണ്ടി മനുഷ്യവർഗത്തിന് വേണ്ടി ചെലവായ തുക. അതാണ് യോബ് പറഞ്ഞു, വീണ്ടെടുപ്പിൻ്റെ വില അറിയാൻ നീ തെറ്റിപ്പോകരുത്. വീണ്ടെടുപ്പിൻ്റെ വില അറിഞ്ഞവൻ തെറ്റിപ്പോകയില്ല. ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തെ ആരാധിക്കുന്നത് ഒരൊറ്റ കാരണത്താലാണ്. അവനവയെ നിർമ്മിച്ചു, അവൻ സൃഷ്ടിച്ചു, അവൻ കൽപ്പിച്ചവ സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യൻ ഉൾപ്പെടെ എല്ലാവരും ദൈവത്തെ ആരാധിക്കണം. കാരണം മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവം മനുഷ്യനെ കൽപ്പിച്ചു, സൃഷ്ടിച്ചാക്കി. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എടുത്തവൻ ദൈവമാണ്. മൂക്കിൽ ജീവശ്വാസം മുതിയും ദൈവമാണ്. പ്രപഞ്ചം മുഴുവൻ ദൈവത്തെ ആരാധിക്കുന്ന ഒറ്റ കാരണത്താലാണെങ്കിൽ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുന്ന രണ്ട് കാരണത്താലാണ്. ഒന്ന്, അവൻ നമ്മെ നിർമ്മിച്ചു. രണ്ട്, തൻ്റെ ചങ്കിലെ ചോരയാൽ അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. ഞാൻ അനേക ഇടങ്ങളിൽ പറയാറുണ്ട്, ഇതിനു മുമ്പും ഈ പ്രഭാഷണത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചം നിർമ്മിപ്പാൻ ദൈവത്തിന് ചിലവായത് കേവലം വാക്കുകളായിരുന്നു. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ആഴിക്കടിയിലൂടെ ഒളിയിട്ടു പോകുന്ന സ്ഥലം ഉണ്ടായി വന്നു. ഉണ്ടാകട്ടെ എന്നവൻ കൽപ്പിച്ചപ്പോൾ ഈ ആകാശവിധാനത്തിൽ പറക്കുന്ന സ്ഥലം ഉണ്ടായി വന്നു. ഉണ്ടാകട്ടെ എന്നവൻ കൽപ്പിച്ചപ്പോൾ ഇവിടെ ഇടയുന്ന സകല ചരാചര ജന്തുക്കളും ഈ ഭൂമിയിലെ സകല ജന്തുക്കളും ഉണ്ടായി വന്നു. ഉണ്ടാകട്ടെ എന്നവൻ കൽപ്പിച്ചപ്പോൾ സകല സസ്യജാലങ്ങളും സകല മൃഗജാലങ്ങളും ഉണ്ടായി വന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കാൻ അവന് കേവലം ചിലവായ വാക്കുകളെന്ന് ബൈബിൾ പറയുന്നു. ഈ ആകാശവിധാനത്തെ, ഇതിലെ സൂര്യചന്ദ്രന്മാരെ, നക്ഷത്രഗോളങ്ങളെ അവൻ വാക്കാൽ വിളിച്ചു വരുത്തി. മാത്രമല്ല, അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് സകലത്തെയും തൻ്റെ വ്യാപാര ശക്തിയാൽ അവൻ വഹിക്കുന്നവനാണ്. ഓ ഹല്ലേലൂയ! ഇതിനെയൊക്കെ അവൻ വ്യാപാര ശക്തിയാൽ വഹിക്കുന്ന ദൈവമാണ്. എന്നാൽ നഷ്ടപ്പെട്ട മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് ചെലവായത് കേവലം വാക്കുകളല്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ചെലവായത് തൻ്റെ പുത്രൻ്റെ ചോരയായിരുന്നു. തിരുമാർവിലിരുന്ന തൻ്റെ പുത്രനെ തകർത്തൊരുക്കിയ രക്ഷ. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞു, ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ, വീണ്ടെടുക്കപ്പെട്ടവരാണ് ദൈവസഭയുടെ അംഗങ്ങൾ. ആ ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? യേശുവിൻ്റെ രക്തത്താൽ ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ഞാൻ വീണ്ടെടുക്കപ്പെട്ടവരാണെന്ന് നിങ്ങൾക്കുറപ്പുണ്ടോ? അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട, അങ്ങനെ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ് ദൈവസഭയുടെ അംഗങ്ങൾ. അവരെ ചേർക്കുവാനാണ് യേശു ഇറങ്ങി വരാൻ പോകുന്നത്. ദൈവസഭയുടെ ഭാവിയെക്കുറിച്ച് പിന്നീട് നമുക്ക് പഠിക്കാം. കർത്താവിൻ്റെ ഗംഭീര നാദം ദൈവസഭ പ്രതീക്ഷ. ഇന്നത്തെ സഭകൾക്ക് ആ ചിന്തയുണ്ടോ? യേശു മടങ്ങി വരുമെന്നുള്ള വിശ്വാസമുണ്ടോ? വന്നാൽ പോകുമെന്ന് ഉറപ്പുണ്ടോ? ഈ പ്രഭാഷണം അനേക ഇടങ്ങളിൽ കേൾക്കുന്ന ദൈവഭക്തരായ ആളുകളാണെന്ന് എനിക്കറിയാം. പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? മരണമോ കർത്താവിൻ്റെ കാഹളധ്വനിയോ ഏത് നിമിഷവും സംഭവിക്കാം. കാഹളം എപ്പോൾ വേണമെങ്കിലും ധരിക്കാം. കാഹളനാദത്തിൽ എടുത്തുകൊള്ളപ്പെടുന്നത് വിശുദ്ധ വചനപ്രകാരമുള്ള സത്യസഭയാണ് എടുത്തുകൊള്ളപ്പെടാൻ പോകുന്നത്. നിങ്ങളതിൻ്റെ അംഗമായിട്ടില്ലെങ്കിൽ, ഭാവവാക്കായിട്ടില്ലെങ്കിൽ നിങ്ങൾക്കെന്ന അവസരമാണ്. കർത്താവ് വിളിക്കുകയാണ്. ഈ അവസരം അതിനു വേണ്ടിയുള്ളതാണ്. ആയുസ്സിൽ ആദ്യമായിട്ടായിരിക്കാം നിങ്ങൾ ഈ പ്രഭാഷണം കേൾക്കുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ വെച്ചിട്ടില്ലായിരിക്കാം. ഇപ്പോൾ മാറി മാറി വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ആയിരിക്കാം. കർത്താവിൻ്റെ സഭയുടെ അംഗമാകാൻ ദൈവം നിങ്ങളെ വിളിക്കുന്നു. ഈ സത്യം നിങ്ങൾ അറിയണം. വിശുദ്ധ ബൈബിൾ നിങ്ങൾ തുറക്കുക, അത് വായിച്ചു നോക്കുക. എന്താണ് ബൈബിൾ വെളിപ്പെടുന്ന സത്യസഭ? അത് വിശുദ്ധന്മാരുടെ കൂട്ടമാണ്, വേർതിരിക്കപ്പെട്ടവരുടെ സംഘമാണ്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ സെയിൻറ്റ്സ് അറ്റ് കൊളോസിയ, സെയിൻറ്റ്സ് ഫിലിപ്പിയ, സെയിൻറ്റ്സ് അറ്റ് എഫസോസുള്ള വിശുദ്ധന്മാർ, കൊളോസിലുള്ള വിശുദ്ധന്മാർ. അപ്പോൾ വേദപുസ്തകത്തിലെ ഭക്തന്മാർ വിശുദ്ധന്മാരാണ്. അവരെ വിശുദ്ധീകരിക്കുന്നത് സഭാ സുന്നകദോസല്ല, സഭാ കമ്മിറ്റിയല്ല. അവരെ വിശുദ്ധീകരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച ദൈവസഭ, ആ സഭയെ ദൈവം പണിയുന്നു. അവർ ദൈവത്തിൻ്റെ കൃഷിയാണ്, അവർ ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണമാണ്, അവർ ദൈവത്തിൻ്റെ മന്ദിരമാണ്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അടുത്ത ആഴ്ച സഭയുടെ സംരക്ഷണം ആരുടെ കയ്യിൽ നമുക്ക് പഠിക്കാം. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇന്ന് വരെയും യേശു ക്രിസ്തുവിൻ്റെ സഭയുടെ മണവാട്ടി സഭയുടെ അംഗമായി തീർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അവസരമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച് വചനവിശുദ്ധിയിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഇടയാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പേ പറയുകയുണ്ടായി, ഇവിടെ മനുഷ്യന് പാടാൻ കഴിയുന്ന ഒരു പാട്ടേ ഉള്ളൂ. രക്ഷിക്കപ്പെടാത്തവന് പാട്ട് സൃഷ്ടിപ്പിൻ ഗാനം. ഈ പ്രപഞ്ചത്തിനല്ലാതെ പാടാം. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് രണ്ട് പാട്ടുണ്ട്. അതൊന്ന് സൃഷ്ടിപ്പിൻ ഗാനം, രണ്ട് വീണ്ടെടുപ്പിൻ ഗാനം. വീണ്ടെടുപ്പിൻ്റെ ഗാനം പാടാൻ
ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവസരം തരുന്നു. ഞാൻ അനേക വേദിയിൽ അത് പാടാറുണ്ട്. വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ, വിൺദൂതർക്കും പാടാൻ അസാധ്യമേ അത്. കാൽവരി ഗിരിയിൽ കാൽകരം തുളച്ച കുഞ്ഞാടാം പ്രിയ നിൻ സ്നേഹമൻ ഗാനമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഗബ്രിയേലിനും മീഹായേലിനും അതിശ്രേഷ്ഠ ദൂതന്മാർക്ക് പോലും വീണ്ടെടുപ്പിന് ഗാനം പാടാൻ കഴിയില്ല. വീണ്ടെടുപ്പിന് ഗാനം പാടാൻ ദൈവസഭയ്ക്ക് കഴിയൂ. ഇന്നവർ ഇത് പാടുന്നു. നിത്യതയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അവർ പാടും. നിങ്ങൾക്ക് ആ ഉറപ്പുണ്ടോ? യേശു കർത്താവിൻ്റെ വരവിനായി നിങ്ങൾ നോക്കി പാർക്കൂ. ദൈവസഭയുടെ അംഗമായി മാറൂ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വേദപുസ്തകത്തിൽ വെളിപ്പെടുന്ന സത്യസഭയെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവീയ വിടുതൽ വ്യാപരിക്കുന്നു. എനിക്കറിയാം, പ്രത്യേക രോഗശാന്തിയെക്കുറിച്ചോ ഒന്നും പ്രസംഗിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ മേൽ, പ്രതിസന്ധികളിൽ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. നിങ്ങൾ വിശ്വാസം ഏൽപ്പിച്ചു കൊടുക്കുക. ജീവിക്കുന്ന കർത്താവ് സഭയിലൂടെ അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു. ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്മേൽ നീട്ടുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങളായിരിക്കുന്നിടത്ത് കണ്ണുകൾ അടയ്ക്കൂ. കർത്താവിനോട് പറ, കർത്താവേ, സത്യം അറിയാൻ ഞാൻ കൃപ തരണമേ. സത്യം അനുസരിപ്പാൻ കൃപ തരണമേ. സത്യത്തെ ഫോളോ ചെയ്യുവാൻ കൃപ തരണമേ. എനിക്ക്, എൻ്റെ പ്രിയപ്പെട്ടവന്, എൻ്റെ പ്രിയപ്പെട്ടവൾക്ക്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അതിന് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കൂ. ദൈവം നിങ്ങളെ അതിനായി ഒരുക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗപിതാവേ, അനേക സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രഭാഷണം കേൾക്കുന്ന ഉള്ളത്തെ നീ തുറക്കണം. പുഴവക്കത്തിരുന്ന ലൂത്തിയായുടെ ഹൃദയം നീ തുറന്നു നിങ്ങൾ വായിക്കുന്നു. പൗലോസ് പ്രസംഗിക്കുമ്പോൾ ആയിരങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ലൂത്തിയായുടെ ഹൃദയം തുറന്ന ദൈവമേ, ഈ വചനം ഞാൻ പ്രസംഗിക്കുമ്പോൾ, ഇത് ടെലികാസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അനേക സ്ഥലങ്ങൾ ഇത് കേൾക്കുന്നതോടെ ഉള്ളം നീ തുറക്കണമേ. വചനത്തോട് മത്സരിക്കാനല്ല, മറുക്കാനല്ല, പിടിച്ചത് സത്യമാക്കാനല്ല, സത്യം അറിയുവാനുള്ള വ്യഗ്രത എൻ്റെ കേൾവിക്കാർക്ക് നീ നൽകണമേ. വചനം തുറക്കുവാൻ, വായിക്കുവാൻ, അനുസരിപ്പാൻ, സത്യത്തെ ഫോളോ ചെയ്യുവാൻ എൻ്റെ കേൾവിക്കാർക്ക് നീ കൃപ നൽകിയാട്ട്. ഞങ്ങൾ ഈ വിഷയം പ്രസംഗിക്കുമ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് അവർ തിരിയട്ടെ, അവരുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. വിശേഷിച്ച് ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിരാശപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കടഭാരം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കുന്നു, തലമുറകൾ ഇല്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുത കരം നീട്ടി നീ വിടുവിക്കണം, സൗഖ്യം നൽകണം. ദൈവത്തിൻ്റെ കരം ഭവനങ്ങളിൽ, വ്യക്തികളിൽ വെളിപ്പെടട്ടെ. വലിയ ചെയ്തുവെന്ന് കേൾക്കാനിടയാകട്ടെ. നിന്റെ കരം പ്രവർത്തിക്കുന്നോർത്ത് സ്തോത്രം. പ്രാർത്ഥനകളാൽ നമിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഈ വചനം കേൾക്കാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ സ്നേഹിതരെ കുറിച്ച് പറയണം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഒരു ചെറിയ തുക നിങ്ങൾ മുടക്കമുള്ള ആയിരക്കണക്കിന് ആൾക്ക് സത്യവചനം കേൾക്കാൻ ഇടയാകും. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലൂടെ മുൻകാല എപ്പിസോഡ്സ് കേൾക്കാൻ കഴിയും. യൂട്യൂബിലൂടെ നിങ്ങൾ കേൾക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവകൃപയിൽ ആശ്രയിച്ച് പാസ്റ്റർ ബി മോനച്ചൻ രചിച്ച ഇതാ നോഹയുടെ കാലം, ബൈബിൾ പ്രഭാഷണങ്ങൾ, മഹാനിയോഗം, ഞാൻ വണങ്ങും ദൈവം, യഹോവ ഭക്തന്റെ കുടുംബം, ദൈവിക ന്യായവിധികൾ തുടങ്ങിയ പുസ്തകങ്ങൾ അനേകരിൽ സ്വാധീനം ചെലുത്തുന്നു, അനേകർക്ക് രൂപാന്തരം വരുത്തുന്നു. ഇവയിൽ ഇപ്പോൾ ലഭ്യമാകുന്ന 4 പുസ്തകങ്ങൾ യഹോവ ഭക്തന്റെ കുടുംബം, ദൈവിക ന്യായവിധികൾ, ഞാൻ വണങ്ങും ദൈവം, സമയമെടുത്തു തുടങ്ങിയവയാണ്. ഈ പുസ്തകങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആത്മീക വർധനയ്ക്ക് ഉതകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ താഴെ കാണുന്ന വിലാസത്തിലോ ഞങ്ങളുടെ ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ ബി മോനച്ചൻ, ഫെയ്ത്ത് ഗോസ്പൽ മിനിസ്ട്രി, എരുവ ഈസ്റ്റ് PO, കായംകുളം. ഫോൺ 9744992186, 9656601321, 8547649440.